ഹായ്, അസ്സലാമു അലൈക്കും. നിങ്ങൾ പാൽക്കപ്പ കഴിച്ചിട്ടുണ്ടോ? ഇന്ന് നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് കണ്ടാലോ. ആദ്യം നമുക്ക് കപ്പ കഴുകി തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഒരു പാത്രത്തിലോ കുക്കറിലോ ആവശ്യത്തിന് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. വേവിച്ച വെള്ളം ഊറ്റിക്കളയണം കേട്ടോ. അതിന് ശേഷം തേങ്ങയുടെ രണ്ടാം പാലിൽ ഒന്നുകൂടി വേവിച്ച കപ്പ മിക്സ് ചെയ്യണം. അതിലോട്ട് കുറച്ചധികം കൊച്ചുള്ളിയും ഒരല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് എരിവിനാവശ്യമായ പച്ചമുളകും ചേർത്ത് പച്ചമണം മാറുന്നവരെ വേവിക്കണം. ശേഷം വറ്റിയതിന് ശേഷം ഒന്നാം പാലൊഴിച്ച് നന്നായി മിക്സാക്കി വറ്റിച്ചെടുക്കണം. അതിനുശേഷം കൊച്ചുള്ളി, കടുക്, ഉണക്കമുളക്, കറിവേപ്പില ഉണ്ട് അതും ചേർക്കാം. എന്നിട്ട് താളിക്കണം കേട്ടോ. പാൽക്കപ്പയുടെ പണി കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. ആവശ്യത്തിനുള്ള പാൽക്കപ്പ ഒരു പാത്രത്തിൽ എടുത്തതിന് ശേഷം ബീഫ് കറിയോ ചിക്കൻ കറിയോ എന്തിൻ്റെ കൂടാണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നല്ല കോമ്പിനേഷനുമാണ്. ആദ്യം തന്നെ കഴിച്ചത് ഇക്കായിരുന്നു കേട്ടോ. ഇക്കാക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം.